ഇനി നമ്മളൊരു ഫസ്റ്റ് ഓൺ 24 വാർത്തയാണ് കൊടുക്കുന്നത്. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ സ്വർണ്ണമോഷണത്തിൽ പോലീസിന് നിർണായക സൂചനകൾ. മോഷണത്തിന് കൊട്ടാരത്തിനകത്തു നിന്ന് സഹായം ലഭിച്ചെന്നാണ് നിഗമനം. അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സ്ഥിരം അതിഥികളുടെയും മൊഴിയെടുത്തു. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഷഫീദ്, ഇപ്പോൾ ഒരു പുതിയ വിവരം കൂടി ലഭിക്കുന്നു. ഈ അകത്തുനിന്ന് തന്നെ സഹായം ലഭിച്ചു എന്നുള്ള നിഗമനം, അതിലേക്ക് എത്താൻ കാരണം എന്താണ്? എന്താണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സ്മിത. ഈ കഴിഞ്ഞ മെയ് 15 തീയതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി വില വരുന്ന വജ്രങ്ങളടക്കമുള്ള അമൂല്യ ശേഖരം നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള വിവരം പുറത്തു വരുന്നത്. പിന്നാലെ ഈ ഗൗരി ലക്ഷ്മിഭായ് തന്നെ പെരുർക്കട പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഇത് കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തകൾ കേട്ടതാണ്. പ്രത്യേകിച്ച് കൊട്ടാരം നിസ്സഹകരിക്കുന്നു എന്നുള്ള കാര്യം പോലീസിന് ചില കാര്യങ്ങൾ ചില ഇതുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന രാജകുടുംബത്തിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അവർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ, സ്ഥിരം സന്ദർശകരായി എത്തുന്നവർ, യൂട്യൂബേഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ആ സമയത്ത് ഈ മോഷണം നടന്നുവെന്ന് പറയപ്പെടുന്ന നവംബർ മുതൽ 2025 നവംബർ മുതൽ ഈ പരാതി വരുന്ന സമയം വരെയുള്ള സന്ദർശകരുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച ഇവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇതിൽ വളരെ വൈറ്റലായിട്ടുള്ള ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് സഹായം ഈ കവർച്ചയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല, നവംബർ മാസത്തിൽ ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഈ രാജകുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഭരണങ്ങൾ പുറത്തെടുക്കുകയും പിന്നീട് അത് വൃത്തിയാക്കി തിരികെ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് അവർ തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നഷ്ടമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം കാലതാമസം പരാതി കൊടുക്കാൻ എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയായിരുന്നു. ആ പരിശോധനയിലാണ് കൊട്ടാരത്തിനുള്ളിൽ നിന്ന് സഹായം ഈ കവർച്ചയ്ക്ക് കിട്ടി എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.